അങ്ങ് പറഞ്ഞതിനോട് അനുബന്ധമായി ഒന്ന് ചോദിച്ചോട്ടെ, ഇത് തന്നെയല്ലേ അഫ്ഗാനിൽ നടത്തിയ പരീക്ഷണത്തിൽ അവസാനം സൗദി അറേബ്യക്കും സംഭവിച്ചത്? സൗദി അറേബ്യയല്ലേ അവിടേക്ക് ആൾക്കാരെ കയറ്റുമതി ചെയ്ത് വിട്ടത് ഈ യുദ്ധത്തിനായി, ജിഹാദിനായി. ആ യുദ്ധം തീർന്നപ്പോൾ അവർ നാട്ടിൽ വന്ന് അന്ന് അവരെ വാഴിച്ച സർക്കാരിനെതിരെ, അല്ലെങ്കിൽ ആ രാജകുടുംബത്തിൻ്റെ വഴിവിട്ട പോക്കിനെതിരെ അവർ തുടങ്ങിയത് പുറത്ത് വലിയ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കാര്യമായ തോതിൽ അവർക്ക് അടിച്ചമർത്തേണ്ടി വന്നു എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഇൻസൈഡ് അറേബ്യ എന്ന് പറഞ്ഞിട്ട്. അതൊരു പരമസത്യമാണ്. ഇതൊരു ഫ്രാങ്കൻസ്റ്റൈനാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ഭസ്മാസുരനാണ്. ഈ വർഗീയവാദത്തെ പ്രീണിപ്പിക്കുക. ഇത് പണ്ട് ഖിലാഫത്ത് പ്രക്ഷോഭം നടത്തണോ വേണ്ടയോ എന്നുള്ള, കോൺഗ്രസ് ഏറ്റെടുക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ച നടക്കുന്ന AICC മീറ്റിങ്ങിൽ മുഹമ്മദ് അലി ജിന്ന, അന്ന് ഒരു പരിധിവരെ ദേശീയവാദിയായിരുന്ന ജിന്ന പറഞ്ഞ വസ്തുതയാണ്, നിങ്ങളിപ്പോൾ ഖിലാഫത്തിൻ്റെ പേരിൽ ഈ വർഗീയതയെ ചൊറിഞ്ഞുണർത്തിയാൽ അതിനെ പിന്നെ സമാധാനിപ്പിക്കാൻ ഗാന്ധിജിയല്ല, സാക്ഷാൽ അള്ളാഹ് വന്നാലും സാധ്യമല്ലെന്നാണ് അന്ന് ജിന്ന പറഞ്ഞത്. പക്ഷേ ജിന്നയ്ക്ക് അന്ന് ഭാരതത്തിലൊരു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉള്ളിലൊരു വിലയുണ്ടായിരുന്നില്ല. വില ഉണ്ടായിരുന്നത് മുഹമ്മദ് അലിക്കും ഷൗക്കത്ത് അലിക്കും ഒക്കെ ആയിരുന്നു. ആരാണോ ഒരു ദീൻ വിശ്വാസിയായ ആൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞു, അങ്ങനെയുള്ള മുഹമ്മദ് അലി പറഞ്ഞത്, ദീനിൽ വിശ്വാസമില്ലാത്ത ഗാന്ധിജിയും ദീനിൽ ഉള്ള ഒരു പ്രാകൃതനായ മുസ്ലിമും എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ ആദ്യം പരിഗണിക്കുക ഈ ദീൻ വിശ്വാസിയാണ്, ഗാന്ധിജി അല്ല എന്ന് പറഞ്ഞ ധിക്കാരിക്കായിരുന്നു, അല്ലെങ്കിൽ വർഗീയവാദിക്കായിരുന്നു കോൺഗ്രസിൽ സ്ഥാനമെന്ന് കണ്ട് മനസ്സുലഞ്ഞാണ് മുഹമ്മദ് അലി ജിന്ന ഭാരതം വിട്ടുപോയതും ഇംഗ്ലണ്ടിൽ താമസിച്ച് ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിൽ ശുദ്ധ വർഗീയവാദി ആയേ പറ്റൂ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നൊരു വസ്തുതയാണ്. പിന്നീടാണ് പാകിസ്ഥാൻ്റെ ജന്മത്തിന് ഹേതുവായിട്ടുള്ള വലിയ കലാപങ്ങൾ അഴിച്ചുവിടുന്ന നേതാവായിട്ട് മാറുന്നത്. പക്ഷേ 19 മുതൽ 47 വരെയുള്ള ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഈ പറഞ്ഞ വസ്തുത, എപ്പോഴെല്ലാമാണോ ഈ ഇസ്ലാമിക ഭീകരവാദത്തെ നിങ്ങൾ ഉണർത്തുന്നത്, അത് പിന്നെ ഒരു കാരണവശാലും അതിനെ അടക്കണമെന്നുണ്ടെങ്കിൽ അപാരമായ ശക്തി ആ രാഷ്ട്രത്തിന് വേണം, അല്ലെ രാഷ്ട്ര ഭരണകൂടത്തിന് വേണം. ആ ഭരണകൂടത്തിന് അതില്ലെങ്കിൽ അത്തരം രാഷ്ട്രങ്ങൾ മരുപ്പറമ്പായിട്ട് മാറും, പുഴുക്കളായി ആ മനുഷ്യർ നശിച്ചു പോകും എന്നതാണ് ലോകത്തിലെ ഭിന്ന ഭാഗങ്ങളിൽ നടന്ന ഈ പറഞ്ഞ ഉദാഹരണം തന്നെ. ഇപ്പോൾ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ആളും അർത്ഥവും കയറ്റുമതി ചെയ്ത് രസിച്ചിരുന്ന സൗദി അറേബ്യ, അവിടുത്തെ പണി കഴിഞ്ഞവർ തിരിച്ച് സൗദി അറേബ്യയിൽ എത്തുമ്പോൾ അവർക്ക് ആരെയെങ്കിലും കൊല്ലാൻ കിട്ടണം, ആരെയെങ്കിലും മാനഭംഗം ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടണം. അത് കിട്ടാതെ വരുമ്പോൾ ആരാണോ അയച്ചത് അവരുടെ മേലെ തന്നെ അവർ ചെല്ലും. അത് അറേബ്യയുടെ ഉൾചരിത്രം എഴുതിയ ലേഖനം വളരെ സത്യമാണ്.